സ്റ്റുഡൻസ്, ബ്ലാക്ക്ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കുന്നത് നവോദയ സെലക്ഷൻ ടെസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ മെഷേഴ്സ്. സെലക്ഷൻ ടെസ്റ്റ് 2008 ആണ് ഇന്നത്തെ ദിവസം ക്ലാസ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് വേ ഇസ് ദ ലോങ്ങസ്റ്റ് ഐദർ AB പ്ലസ് BC ഓർ ത്രൂ ദ ലാഡർ. അപ്പോൾ ഇവിടെ ഈ റോസ് ഇങ്ക് കൊണ്ട് വരച്ച് വെച്ചിരിക്കുന്ന ഒരു ലാഡറാണ്. അപ്പം ലാഡറിൽ കൂടി പോകുന്നതാണോ അതോ AB പ്ലസ് BCയിൽ കൂടി പോകുന്നതാണോ, ഏതാണ് ലോങ്ങസ്റ്റ് വേ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം ലോങ്ങസ്റ്റ് വേ ഏതാണെന്നൊന്ന് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 2 3 AB എന്നുള്ള സൈഡിൽ 1 2 3 4 5 6 7 കോളംസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ BC എന്നുള്ള സൈഡിൽ 1 2 3 4 5 6 7. അപ്പോൾ ഇങ്ങനെ പോയി, അതായത് ഇങ്ങനെ ഈ വഴി ഈ മാർഗം ഈ മാർഗത്തിലൂടെ പോയി കയറുന്നതും അതുപോലെ തന്നെ ഈ മാർഗത്തിലൂടെ പോയി കയറുന്നതും ഈക്വലാണ്. അതുപോലെ തന്നെ ലാഡറിൽ കൂടി പോയി കയറുന്നതും ഈ മാർഗത്തിലൂടെ പോയി കയറുന്നത് ഈക്വലായിട്ട് വരും. 1 2 3 4 5 6 7 കേട്ടോ, 7 സ്റ്റെപ്പ് കയറിയാൽ മതി. അപ്പം രണ്ടും ഈക്വലാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ബോത്ത് ആർ ഈക്വലാണ്. ഇതിൻ്റെ ആൻസർ എല്ലാം രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ബോത്ത് ആർ ഈക്വൽ. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത 2009 സെലക്ഷൻ ടെസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി 300 ml ബോട്ടിൽസ് ക്യാൻ ബി ഫിൽഡ് ഇൻ വിത്ത് 3 cubic meter ഓയിൽ. 3 cubic meter ഓയിൽ ഫില്ല് ചെയ്യാൻ എത്ര ബോട്ടിൽ വേണമെന്നാണ്. അപ്പോൾ 3 cubic meter ഈസ് ഈക്വൽ ടു, ആദ്യം 3 cubic meter എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 3 cubic meter ഈസ് ഈക്വൽ ടു 3 into 100 into 100 എന്ന് വരും. 3 cubic meter. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ബോട്ടിലിൻ്റെ കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി ഓഫ് 1 ബോട്ടിൽ. കപ്പാസിറ്റി ഓഫ് 1 ബോട്ടിൽ. ഒരു ബോട്ടിലിൻ്റെ കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. കപ്പാസിറ്റി ഓഫ് 1 ബോട്ടിൽ ഈസ് ഈക്വൽ ടു 300 ml. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബോട്ടിൽസ് കാണാൻ, നമ്പർ ഓഫ് ബോട്ടിൽസ് ആകെയുള്ള എണ്ണയെ ഒരു ബോട്ടിലിൻ്റെ കപ്പാസിറ്റിയോട് ഡിവൈഡ് ചെയ്താൽ മതി. 3 into 100 into 100 into 100 ഡിവൈഡഡ് ബൈ 300. ഇങ്ങനെ ചെയ്യുവാണ് എളുപ്പം. ഇനി ഇതുണ്ടോ, ഓരോ 0 വെട്ടുമ്പോഴത്തേക്കും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും 2 0 വെട്ടിക്കഴിയുമ്പോൾ 2നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ആ 1 ആണ് ഈ കാണുന്നത്. 300നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഇനി എന്ത് ചെയ്യണം, 3യും 3യും കൂടി വെട്ടിക്കളയുക. അപ്പം 100 into 100 ഈസ് ഈക്വൽ ടു 10,000. അപ്പം 10,000 ബോട്ടിൽസ് വേണം ഈ ഇതാകെ നിറയാൻ. 10,000 ബോട്ടിൽസ്. ഇനി സെലക്ഷൻ ടെസ്റ്റ് 2010 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അമിത സ്റ്റാർട്ടഡ് ഡ്രോയിങ് എ പിക്ചർ ഓഫ് ഗാർഡൻ അറ്റ് 11. അമിത ഈ ഗാർഡൻ വരയ്ക്കാൻ തുടങ്ങിയത് 11:55 AM ഇനി അവളത് ഫിനിഷ് ചെയ്തതോ, ഇതാണ് സ്റ്റാർട്ടിങ് ടൈം. 11:55 AM ആണ് സ്റ്റാർട്ടിങ് ടൈം. ഇനി ഫിനിഷിംഗ് ടൈം അത് നമുക്ക് തന്നിട്ടുണ്ട്. ഫിനിഷിംഗ് ടൈം എന്ന് പറയുന്നത് 12:00 PM ആണ്. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ PM ആവുമല്ലോ. അപ്പം നോക്കിയേ, 11:55 കഴിഞ്ഞ് 5 മിനിറ്റ് കൂടി ആയാൽ എത്രയായി? 12 ആയി. അതിനോട് 5 മിനിറ്റ് കൂടെ കൂട്ടിയാൽ 5 മിനിറ്റ് 12.05 വരും. അപ്പോൾ എത്ര മിനിറ്റ് അവളിവിടെ ചെയ്തിരിക്കുന്നത്? ടൈം ടേക്കൺ, ഈ ഗാർഡൻ വരയ്ക്കാൻ വേണ്ടി അമിത എടുത്ത ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു ഈ 55 നിന്ന് 12 ആകാൻ 5 മിനിറ്റും 12 നിന്ന് 12.05 ആകാൻ 5 മിനിറ്റും. അപ്പോൾ 5 മിനിറ്റ്സ് പ്ലസ്
5 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 10 മിനിറ്റ്സ് ആണ് ഇവിടെ അമിത എടുത്ത ടൈം. ഇനി ദ വെയ്റ്റ് ഓഫ് 5 rupee കോയിൻ ഈസ് 9 gram എങ്കിൽ ആൻസ് ബാഗ് ഓഫ് 5 rupee കോയിൻസ് വെയ്റ്റ് 9 kilogram. അപ്പം വെയ്റ്റ് ഓഫ് 1 കോയിൻ്റെ കാണണം. വെയ്റ്റ് ഓഫ് 1 കോയിൻ, ഒരു കോയിൻ്റെ വെയ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. വെയ്റ്റ് ഓഫ് 1 കോയിൻ ഈസ് ഈക്വൽ ടു 9 gram. ഇനി വെയ്റ്റ് ഓഫ് 5 rupee കോയിൻസ് ഇൻ ബാഗിലുള്ള കോയിൻസിൻ്റെ വെയ്റ്റ് 9 kilogram ആണ്. അപ്പം 9 kilogramനെ നമുക്ക് ഗ്രാം ആക്കി മാറ്റണം. 9 kilogram ഈസ് ഈക്വൽ ടു 9,000 gram. 9,000 gram. അപ്പം കോയിൻസിൻ്റെ എണ്ണം കാണാൻ ആകെയുള്ള വെയ്റ്റിനെ നമ്പർ ഓഫ് കോയിൻസ് ഈസ് ഈക്വൽ ടു ആകെയുള്ള ബാഗിലുള്ള കോയിൻ്റെ വെയ്റ്റിനെ ഒരു കോയിൻ്റെ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 9 1 ടൈം, ബാക്കി 0 ഇങ്ങോട്ട് കയറ്റി എഴുതുക. അപ്പോൾ എത്ര വരും? 1000 കോയിൻസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. കോയിൻസിൻ്റെ എണ്ണം 1000. അപ്പം ഈ 4 ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇന്നുകൊണ്ട് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നാളെ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തും. ഇത് വീണ്ടും ചെയ്ത് പരിശീലിക്കുക. താങ്ക് യു.